ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തെ നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ട എല്ലാവർക്കും നന്ദിയുണ്ട്. ഒത്തിരി എനിക്ക് എൻകറേജ് തരുന്നതായിട്ടുള്ള ഒത്തിരി കമൻസുകൾ വന്നു. അതെല്ലാം ഒത്തിരി സന്തോഷമുണ്ട്. എത്രമാത്രം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവായിരുന്നു ഇതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു കൊട്ട് കിട്ടുന്നുണ്ടെ മനസ്സിലാവും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നതേ ഞാനൊരു ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബ്യൂട്ടി ടിപ്സാണ്. ഒരു പ്രാവശ്യം ചെയ്തപ്പോഴേ നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കുക കേട്ടോ. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. കുഞ്ഞൊരു വീഡിയോ ഇന്ന് വേറെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ബ്യൂട്ടി ടിപ്സ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ കുക്കിങ്ങോ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് പലപ്പോഴും ചിലരും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഈ റെസിപ്പികളൊക്കെ ഇടുമ്പം ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ടാൽ ഒന്ന് നന്നായിരിക്കും. കാരണം സെർച്ച് ചെയ്യുമ്പോഴും വ്ളോഗിലാണെങ്കിൽ അത് അവർക്ക് കിട്ടാൻ പ്രയാസമാണ്. അതുപോലെ അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് വ്ളോഗിൽ ഇങ്ങനെ കുക്കിങ്ങിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നില്ല. ഇത് സെപ്പറേറ്റ് ഒന്ന് ഇടുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്സ് ആയിരുന്നു. ഇത് ആരും ആഗ്രഹിക്കുന്നതല്ലേ, വെളുക്കണം, സൗന്ദര്യം ഒന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതായത് കോഫി പൗഡറും കൊണ്ടുള്ള പായ്ക്കും ക്ലെൻസിങ് അതെല്ലാമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ മുഖമൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ടൊന്ന്, ഇപ്പോൾ ഇച്ചിരി പെട്ടുള്ളത് ഈ ഒരു സൈഡിലേ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. മുഖമൊക്കെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ പാല്, ഇത്രയും മതി. ഇതിലേക്ക് കോഫി പൗഡർ ഒരു 1/2 ടീസ്പൂണോ 1/2 ടീസ്പൂൺ മതി. ഇത് ഞാൻ ഈ വീട്ടിൽ കാപ്പി ഇടുന്ന കോഫി പൗഡറാണ് കേട്ടോ. ഫാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒരിത്തിരി സൗണ്ട് വ്യത്യാസം കാണും. അപ്പോൾ ഒരു ഇച്ചിരി കോട്ടൺ എടുത്തിട്ടുണ്ട്. കോട്ടനോ തുണിയോ എന്തെങ്കിലും കൊണ്ടേലും നമുക്ക് മുഖം ഇങ്ങനെ ക്ലെൻസിങ് ചെയ്യാം. നന്നായിട്ട് 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഈ മുഖത്തെ അഴുക്കുകളെല്ലാം ഒന്ന് മാറിപ്പോകും. ഈ കഴുത്തിൻ്റെ അവിടെയും ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. എത്രയും ചെയ്യുന്നു ഇവിടെ വരെ. ഇനി നമുക്ക് നിങ്ങൾ വെള്ളത്തിൽ തുണി മുക്കി മുഖം തുടയ്ക്കാം, അല്ലെങ്കിൽ കഴുകാം. ഞാനിപ്പോൾ പോയി കഴുകുക കേട്ടോ. ഓക്കെ, ഇങ്ങോട്ട് ഇത് മാറ്റി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ക്രബിങ്ങാണ്. അതിനായിട്ട് വേണ്ടിയത് ഒലിവ് ഓയിൽ നമ്മളിത് ചേർക്കും. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഓയിൽ. ഞാനിപ്പം കോക്കനട്ട് വെർജിൻ ഓയിലാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഇതിന് ഇത്തിരി വിലയുള്ളതാണ് കേട്ടോ. ഞാൻ ഇന്നാൾ മലയാളിക്കടയിൽ പോകണേ അവിടെ ഇരിക്കുന്നുണ്ടോ, ഞാൻ വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വേണം വീണ്ടും 1/2 ടീസ്പൂൺ പാല്. ആ കോഫി പൗഡറിൻ്റെ സ്പൂണാണ്. ഇതൊരു 1/4 ടീസ്പൂൺ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര വേണം. വലിയ പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിക്കണേ. ഇച്ചിരി പൊടി കുറവുള്ളതാണെങ്കിൽ സാരമില്ല, അത് മതി. ഇതിലോട്ട് ഞാനിനി കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇത് കയ്യിലൂടെയൊക്കെ തേക്കുവാണെങ്കിൽ അതനുസരിച്ച് കോഫി പൗഡർ ഇത്തിരി 1 ടീസ്പൂണൊക്കെ ആക്കാം കേട്ടോ. അപ്പം മുഖത്ത് മാത്രമായതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളേ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് അഥവാ ഇച്ചിരി ലൂസായെങ്കിൽ ഇച്ചിരി കൂടെ കോഫി പൗഡർ ചേർക്കുന്നതിനൊന്നും കുഴപ്പമില്ലേ. എല്ലാവരും പറയാം ചേച്ചി വെറൈറ്റി ആയിട്ട് വല്ലതും ഇടുവേ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഇടണം. എന്നാൽ ഇന്നങ്ങ് വെറൈറ്റി ആക്കാം. ഇത് നമുക്കൊരു 1-2 മിനിറ്റ് ഇങ്ങനെ നന്നായി മുഖത്തെല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ബെൻസി പണ്ടൊക്കെ സ്റ്റാർട്ടിങ് ബ്യൂട്ടി ടിപ്സും ഇങ്ങനെയൊക്കെയുള്ളതായിരുന്നു ഇടുന്നത്. അതെല്ലാം നല്ല മുടി സംരക്ഷണം, സ്കിൻ സംരക്ഷണം അങ്ങനെയുള്ള വീഡിയോകളായിരുന്നു. എല്ലാം നല്ല റിസൾട്ടുള്ളതായിരുന്നു. ഒരു 1-1.5 മിനിറ്റ് ഇങ്ങനെ ഞാൻ ചെയ്തേ. ഇനി നമുക്കിത് കഴുകിക്കളയാം. ഇത് 1-2 മിനിറ്റ് നമുക്ക് മുഖത്ത് മസാജ് ചെയ്യാം. നമ്മുടെ മുഖം മസാജ് ചെയ്യുമ്പം ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകത്തില്ലേ. ഇനി നമുക്ക് ലാസ്റ്റിൽ ഫേസ് പാക്ക്. ഇപ്പം തന്നെ ഒരു വ്യത്യാസം ഉണ്ടല്ലേ? ഉണ്ടോടാ? നാളെ നമുക്ക് പോളച്ചാച്ചൻ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ. പിന്നെ ഇനി നമ്മൾ ചേർക്കുന്നത് റാഗി പൗഡറാണ് കേട്ടോ. ഇതിപ്പം ഞാൻ വീട്ടിൽ പൊടിച്ച റാഗി പൗഡറാണ്. ഒരു 2 ടീസ്പൂൺ. റാഗി പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ഞിപ്പുല്ല്. പിന്നെ നമുക്ക് വേണം ഇതിൽ ചേർക്കാൻ ഓറഞ്ച് നീര്. ഓറഞ്ച് നീരില്ലെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര്. ഞാനിപ്പം നാരങ്ങ നീരാണ് ചേർത്തത്. 2 ടീസ്പൂൺ തേൻ. ഞാനിത് നമ്മുടെ നാട്ടിലത്തെ തേനാണ്, വീട്ടിൽ നിന്ന് എടുത്ത. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ തൈരാണ് ചേർക്കുന്നത്. തൈര് അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം. ഇതിനൊരു കണക്കില്ല, നമുക്കിതൊരു പായ്ക്കായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ എത്രയും അതിൽ നമ്മൾ അത് മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെ ആവുന്നോ അതനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് പായ്ക്ക് ഇടാമേ. സത്യം പറഞ്ഞാൽ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഫേസിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. ഇതിട്ടിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. ഇത് കോഫി പൗഡർ ഇട്ടിട്ട് കാണുമ്പോൾ മനുഷ്യർക്കൊരു വല്ലാതില്ലേ. നിനക്ക് വേണോടാ പൈസ മോനെ? ഇനിയും പാർലറിൽ പോയി ആരും പൈസ കളയണ്ടേ. വീട്ടിലൊരു 1/2 മണിക്കൂർ നമ്മൾ മെനക്കെട്ടാൽ മതി. റാഗി പൗഡർ തലമുടിക്കൊക്കെ നല്ലതാണ് കേട്ടോ. തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് റാഗി. ഒരു ഇച്ചിരിയും കൂടെ തിക്കായിട്ട് ഇത് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇച്ചിരി കൂടെ റാഗി പൗഡർ ഇട്ടാലും മതി. ആഹാ, എന്ത് രസമുണ്ട് മുഖം കാണാൻ. പ്രൈസിന് ഭയങ്കര ചിരി വരുന്നത്. ബൂത്തിലകരെ ऐसा निकलना बोलो ड्राई होने के बाद क्या कहीं കളയണം. अच्छा मैं ड्राई होने के बाद इधर रखिए बराबर देखिए. ഇനി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം. ഒരു 20 മിനിറ്റായേ ഞാനിത് കഴുകിയിട്ട് വരട്ടെ.
എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഉള്ളത് പറ. ഓക്കെ, സ്കിന്നൊക്കെ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായമേ, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.